മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അട്ടിമറി ശ്രമം ഉണ്ടായെന്ന വെളിപ്പെടുത്തലുമായി NCP നേതാവ് ശരത് പവാർ രംഗത്ത് വന്നു. പ്രതിപക്ഷത്തിന് 160 സീറ്റ് വാഗ്ദാനം ചെയ്ത് രണ്ടുപേർ സമീപിച്ചെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതീവ ഗുരുതരമായ വെളിപ്പെടുത്തലാണ് ശരത് പവാർ നടത്തിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് രണ്ടുപേർ തന്നെ ഡൽഹിയിലെത്തി കണ്ടു. 145 സീറ്റാണ് മഹാരാഷ്ട്രയിൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. 140 സീറ്റ് നേടിത്തരാം എന്നാണ് വന്നുകണ്ട രണ്ടുപേരുടെ വാഗ്ദാനം. ഇക്കാര്യം രാഹുൽ ഗാന്ധിയെയും അറിയിച്ചു. രണ്ടുപേരെയും രാഹുൽ ഗാന്ധിക്ക് മുന്നിലുമെത്തിച്ചു. എന്നാൽ ഈ വാഗ്ദാനം രാഹുൽ ഗാന്ധിയും താനും ഒരുമിച്ച് നിരസിച്ചെന്നാണ് പവാറിന്റെ വെളിപ്പെടുത്തൽ. എന്നാൽ പവാർ എന്തുകൊണ്ട് ഇത്രയും കാലം ഇക്കാര്യം മറച്ചുവെച്ചു എന്ന ചോദ്യമാണ് BJP ഉയർത്തുന്നത്. നിയമപരമായ നടപടികൾ സ്വീകരിക്കാൻ കഴിയുമായിരുന്നു, എന്നിട്ട് എന്തുകൊണ്ട് അതിന് മുതിർന്നില്ലെന്ന് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ചോദിച്ചു. വോട്ടർ പട്ടികയിൽ വെട്ടിനിരത്തൽ നടന്നെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പറയുന്ന തെരഞ്ഞെടുപ്പ് കാലത്തെ ഒരു അഭിമുഖം പ്രതിപക്ഷ നേതാവ് വിജയ് വഡേറ്റിവാറും ഇന്ന് പങ്കുവച്ചു. വോട്ടുകൊള്ള ആരോപണം രാഹുൽ ഗാന്ധി ഉയർത്തിയതിന് പിന്നാലെയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ തന്നെ തലപ്പൊക്കമുള്ള നേതാക്കളിൽ ഒരാളായ ശരത് പവാർ അതീവ ഗുരുതരമായ വെളിപ്പെടുത്തൽ നടത്തുന്നത്. BJPയുടെ മറു ചോദ്യങ്ങൾക്ക് ശരത് പവാറിന്റെ മറുപടിയാണ് ഇനി അറിയേണ്ടത്. ഒഡീഷയിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.